കൃഷ്ണനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നു? അവരൊന്നും നോക്കി ട്രൈ ചെയ്യാതെ ജൈലം മലിനം ക്ഷാമം ദ്വിതം തുലനിസ്വന്തത അത് ചോദിച്ചാലെന്താ? കൃഷ്ണനെ എവിടെ, കൃഷ്ണതമ്പുരാനെ എന്നല്ല കേട്ടോ, കൃഷ്ണനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും? എവിടെ ചെന്നാലും കാണാൻ പറ്റും. അല്ല, കൃഷ്ണന്റെ ഘട്ടം അതാണോ? ഓ അത് ഇതാണോ? ആ മനസ്സിലായി. എന്ത് ബ്രാഹ്മണന്റെ ഉള്ളിലൊക്കെ നമ്മളായിരുന്നു ചേർത്തതിനെ തോന്നും. ഞാൻ എന്റെ പോകാൻ പാടില്ല അല്ലേ? കുശൈലം മലിനം ക്ഷാമം ഗുരുവായൂരപ്പ എനിക്ക് അങ്ങനെ കിടക്കാനുള്ള യോഗ്യത പോലുമില്ലേ. അപ്പോഴാണ് ഹരേ ഗുരുവായൂരപ്പ പ്രിയാപര്യംഗമാസ്തിക സഹസോദ്ധായ കാപ്യേത്യദോർഭ്യാം ഹരിയക്കരി. ഹരിയാണ് ചേർന്നിരിക്കുന്നു. എന്നൊരു ഓട്ടം കൊണ്ട് നമ്മുടെ രാമോത്സവാര് എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരാടിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ. എന്തുകൊണ്ടോ കൃഷ്ണൻ കരഞ്ഞു എന്നാ പറഞ്ഞത്. തസ്യ ദൈന്യം കൊണ്ടുണ്ടായ സന്താപം കൊണ്ടോ സുഹൃത്തിനെ കണ്ടുണ്ടായ സന്തോഷം കൊണ്ടോ. ഭാഗവത്തിന് സംശയമില്ല. എന്തുകൊണ്ടാ? സന്തോഷം കൊണ്ടാണ്. കാരണം ഗുരുവായൂരപ്പിന് എവിടെ സങ്കടം? നമ്മുടെ സന്തോഷക്കട്ടായെങ്കിൽ ആനന്ദക്കട്ടയെന്നല്ലേ ഗുരുവായൂരപ്പിന് പറയുന്നത്. അവിടെ സങ്കടം എന്ന് വെച്ചാൽ പിന്നെ എന്താ ഗുരുവായൂരപ്പ? അവിടുന്ന് സന്തോഷം കൊണ്ട് മാത്രമാണ്. ആ ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തി പാദം പൂജിച്ചു, പാദതീർത്ഥം തളിച്ചു, ഏട്ടനോടൊപ്പം കഥ പറഞ്ഞു, അല്ല ഏട്ടനെ പോലെ പരിചരിച്ചു. അന്യോന്യം ഗുരുകുലത്തിലുണ്ടായ കഥയൊക്കെ അറിവുകൊണ്ടുവന്നതൊക്കെ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു എന്ത് കിമുപായനം ആനീതം ബ്രഹ്മൻ. നമ്മൾ പറയുന്നത് തിരിച്ചെത്തിയില്ല.